നമുക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത് ചൊവ്വയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് കാരണം നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ഹാബിറ്റബിൾ സോണിലുള്ള ഒരു ഗ്രഹം തന്നെയാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ ഭൂമിയെ പോലെ ജലവും ജീവനും ചൊവ്വയിലും ഉണ്ടാകാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷയുടെ അമിതഭാരമുണ്ടായിരുന്ന മറ്റൊരു ഗ്രഹം കൂടി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന വീനസ്. വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ ഒരുപാട് പേടകങ്ങൾ വീനസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ചില രഹസ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായിരിക്കാം ആ രഹസ്യങ്ങൾ? കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഒരു റോക്കറ്റ് എഞ്ചിൻ്റെ സഹായമില്ലാതെ ശുക്രനിൽ ഒരു പേടകം ഇറക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു പാരച്യൂട്ടിൻ്റെ പോലും സഹായമില്ലാതെ ശുക്രനിൽ ഒരു പേടകം ഇറക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയൻ അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ശുക്രന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കഴിവായിരിക്കാം അത്. ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷമാണ് അവരത് കണ്ടെത്തിയതും. പക്ഷേ എന്തുകൊണ്ട് പിന്നീടുള്ള പ്രോജക്റ്റുകളിൽ നിന്നും അവർ ശുക്രനെ മാറ്റി നിർത്തി? വെനേര മിഷൻ പ്രോഗ്രാം, അങ്ങനെയായിരുന്നു ശുക്രനെ കേന്ദ്രീകരിച്ച് സോവിയറ്റ് യൂണിയൻ നടത്തിയ ആ പ്രോജക്റ്റ് അറിയപ്പെട്ടത്. ചന്ദ്രനിലേക്ക് അപ്പോളോ പ്രോജക്റ്റ് നടന്നതുപോലെ 1961 മുതൽ 1985 വരെ 16ഓളം മിഷനുകൾ ശുക്രനെ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അവർ ശുക്രനെ തിരഞ്ഞെടുത്തത്? ഭൂമിയിൽ നിന്നും തന്നെ ഒരു പരിധിവരെ ചൊവ്വാഗ്രഹത്തെ നിരീക്ഷിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. എന്നാൽ ശുക്രൻ അങ്ങനെയായിരുന്നില്ല. ശുക്രനെ പൊതിഞ്ഞിരിക്കുന്ന കട്ടി കൂടിയ മേഘപടലങ്ങൾ അതിനെ ഒരുപാട് നിഗൂഢത നിറഞ്ഞതാക്കിയിരുന്നു. എന്തായിരിക്കാം ആ മേഘപാളിക്കടിയിൽ? ഒരുപക്ഷെ കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്നത് പോലുള്ള ജീവന് സാധ്യതയുള്ള ഊഷ്മാവും വായുവും നിറഞ്ഞ ഒരു പ്രദേശമായിരിക്കാമെന്ന് പലരും വിശ്വസിച്ചിരുന്നു. സൂര്യനോട് ചേർന്നുള്ളൊരു ഗ്രഹമായതുകൊണ്ട് തന്നെ അവിടെ അത്യധികം ചൂടുണ്ടായിരിക്കാം. അതിനു ചുറ്റുമുള്ള മേഘപാളികൾ ആ ചൂടിനെ വർദ്ധിപ്പിക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് പല ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെട്ടത്. അപ്പോഴും പലരും കൗതുകത്തോടെ ചിന്തിച്ച ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. എന്തായിരിക്കാം ആ മേഘപാളികൾക്കടിയിൽ എന്ന്? അതേക്കുറിച്ച് അറിയാനായി ആദ്യം ശ്രമം നടത്തിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അവരുടെ വെനേര 1, വെനേര 2 എന്നിങ്ങനെ 2 പ്രോബുകളിലൂടെ അത് വിക്ഷേപിച്ച ശേഷം ശുക്രനോട് ചേർന്ന് ഏതാണ്ട് 1,00,000 കിലോമീറ്ററിന് അടുത്തുവരെ അതിന് സഞ്ചരിക്കാനും സാധിച്ചിരുന്നു. പക്ഷേ അത് ഒരു പരാജയമായിരുന്നു. ശേഷം ഒരു ശ്രമം നടത്തിയത് അമേരിക്കയായിരുന്നു. അവരുടെ മറൈനർ 2 എന്ന പ്രോബിലൂടെ ഏതാണ്ട് 35,000 കിലോമീറ്ററിന് അടുത്തുവരെ അത് സഞ്ചരിച്ചു. ശുക്രൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് അത് പഠനങ്ങളും നടത്തി. കാൽ സാഗൻ അടക്കമുള്ളവർ പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു. ആ മേഘപാളികൾക്കടിയിൽ സംഭവിക്കുന്നത് ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആയിരുന്നു. അത് വീനസ് എന്ന ഗ്രഹത്തെ ചുട്ട് പഴുപ്പിച്ചിരുന്നു. അമേരിക്കയുടെ മറൈനർ 2 അളന്നെടുത്തത് സൂര്യൻ്റെ വെളിച്ചം പതിക്കുന്ന ഭാഗത്ത് ഏതാണ്ട് 237 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മേഘപാളികൾ ഏതാണ്ട് 56 മുതൽ 82 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് തിരിച്ചറിയാൻ സാധിച്ചത്. അതിലൂടെ മനസ്സിലാക്കിയത് മനുഷ്യനോ എന്തിന് യന്ത്രങ്ങൾക്ക് പോലും ശുക്രനിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന്. അമേരിക്ക കണ്ടെത്തിയ ഡാറ്റയെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ സോവിയറ്റ് യൂണിയൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പുറത്തിറക്കി വെനേര 3, വെനേര 4. ഒരൽപ്പം ഭാരം കൂടിയ മൊഡ്യൂളുകളായിരുന്നു ഇവ. അതുകൊണ്ട് തന്നെ ഒരു പാരച്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി ശുക്രൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇവയെ ഇറക്കാൻ അവർ തീരുമാനിച്ചു. അതുവഴി ശുക്രൻ്റെ അന്തരീക്ഷത്തെ പഠിക്കാനും. ഒരു വെടിയുണ്ട പോലെ അത് അന്തരീക്ഷത്തിലേക്ക് കടന്നുവെങ്കിലും അതും പരാജയമായിരുന്നു. പരാജയപ്പെട്ടുവെങ്കിലും ഏതാണ്ട് വിജയത്തോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ഉദ്യമമായിരുന്നു വെനേര 4. അന്തരീക്ഷത്തിലേക്ക് കടന്ന് ഏതാണ്ട് 90 മിനിറ്റോളം പാരച്യൂട്ടിൽ അതിന് സഞ്ചരിക്കാൻ സാധിച്ചിരുന്നു. അന്തരീക്ഷത്തെക്കുറിച്ച് ഏതാണ്ട് പഠനങ്ങൾ നടത്താനും അതിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ശുക്രൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഡെൻസിറ്റി കാരണം അത് ഞെരിഞ്ഞമർന്ന് പോവുകയായിരുന്നു. തങ്ങളുടെ പേടകങ്ങൾ ശുക്രൻ്റെ ഉപരിതലത്തിൽ സ്പർശിച്ചിട്ട് പോലുമില്ല എങ്കിലും ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറാൻ സോവിയറ്റ് യൂണിയൻ തയ്യാറല്ലായിരുന്നു.
1969 സോവിയറ്റ് യൂണിയൻ്റെ വെനേര 5ഉം 6ഉം തയ്യാറായിരുന്നു. അതിനും മുൻ അനുഭവങ്ങൾ തന്നെയായിരുന്നു വിധി. 1 മണിക്കൂറിൽ താഴെ മാത്രമേ അവയ്ക്ക് ശുക്രൻ്റെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിലൂടെ സോവിയറ്റ് യൂണിയൻ പഠിച്ചത് ചില പാഠങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വെനേര 7ൻ്റെയും 8ൻ്റെയും മൊഡ്യൂളുകൾക്ക് കട്ടി കൂടിയ പടച്ചട്ട നിർമ്മിച്ചു. അത് ചൂടിൽ നിന്നും താഴെ വീണുണ്ടാകുന്ന തകരാറുകളിൽ നിന്നും മൊഡ്യൂളിനെ സംരക്ഷിച്ചു. മറ്റൊരു മാറ്റം മൊഡ്യൂളിൻ്റെ അന്തരീക്ഷത്തിലൂടെയുള്ള യാത്രയുടെ സമയദൈർഘ്യം കുറയ്ക്കുക എന്നതാണ്. അതിനായി അവർ ചെയ്തത് പാരച്യൂട്ടിൽ ഒരു കഷ്ണം തുന്നിച്ചേർക്കുക മാത്രമാണ്. അതായത് പാരച്യൂട്ട് അപ്പോൾ പൂർണ്ണമായും തുറക്കില്ല. അപ്പോൾ അന്തരീക്ഷത്തിലൂടെയുള്ള യാത്ര അതിവേഗമായിരിക്കും. എന്നാൽ ഒരല്പം ദൂരം മുന്നോട്ടേക്ക് പോയതിനു ശേഷം ചൂട് കാരണം ആ കഷ്ണം ഉരുകിപ്പോയാൽ പാരച്യൂട്ട് പൂർണ്ണമായും തുറക്കും. അപ്പോൾ ആ വേഗത കുറയുകയും അത് താഴെ വീണിടിച്ച് തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. വീണ്ടും ഒരു പരാജയം പ്രതീക്ഷിച്ചിരുന്ന സോവിയറ്റ് യൂണിയന് ലഭിച്ചത് വെനേര 7ൻ്റെ സിഗ്നലുകളായിരുന്നു. അത് അന്ന് ശുക്രൻ്റെ ഉപരിതലത്തിൽ കാൽക്കുലേറ്റ് ചെയ്തത് ഏതാണ്ട് 475 ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരുന്നു. അതൊരു പ്രതീക്ഷയാണ് സോവിയറ്റ് യൂണിയന് നൽകിയത്. വെനേര 8 തൻ്റെ ദൗത്യത്തിന് തയ്യാറായി. അത് സുഗമമായി ശുക്രൻ്റെ ഉപരിതലത്തിലേക്ക് വന്നിറങ്ങുകയും മണിക്കൂറുകളോളം സിഗ്നലുകൾ ഭൂമിയിലേക്ക് കൈമാറുകയും ചെയ്തു. വെനേര 8 നൽകിയ ഡാറ്റയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഏതാണ്ട് 900 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലാണ് ശുക്രൻ്റെ ഉപരിതലത്തിലെ ചൂട്. അതുമാത്രമല്ല, ഭൂമിയേക്കാൾ 92 മടങ്ങ് മർദ്ദം കൂടുതലാണ് അവിടെ. അന്തരീക്ഷത്തിലെ ഏറ്റവും അടിത്തട്ടിൽ സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞു നിൽക്കുകയാണ്. ശുക്രനെ ഇതിൽ നിന്നും ഒഴിവാക്കാൻ ഇത് മാത്രം പോരെ. എന്നാൽ സോവിയറ്റ് യൂണിയൻ അതുകൊണ്ടും ഈ ഉദ്യമത്തിൽ നിന്നും മാറാൻ തയ്യാറല്ലായിരുന്നു. വെനേര 9 ഒരു ലാൻഡിംഗ് ഗിയറിനോടൊപ്പമായിരുന്നു വിക്ഷേപിക്കപ്പെട്ടത്. ഉപരിതലത്തിൽ നിന്നും പതിച്ചാലും മൊഡ്യൂളിന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന കണക്കുകൂട്ടലിലാണ് അത് നിർമ്മിച്ചത്. ഷോക്ക് അബ്സോർബർ ലാൻഡിംഗ് ഗിയറിനോടൊപ്പം ഒരു എയറോ ബ്രേക്ക് അതിൽ സ്ഥാപിച്ചിരുന്നു. അതൊരു പാരച്യൂട്ടിനേക്കാൾ പ്രവർത്തനക്ഷമതയുള്ളതായിരുന്നു. സമുദ്രത്തിലൂടെ ഒരു വസ്തു എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ അത് മൊഡ്യൂളിനെ പതിയെ ഉപരിതലത്തിലെത്തിക്കും. അത് ശുക്രൻ്റെ ഉപരിതലത്തിൽ പതിച്ചതോടൊപ്പം ഒരു ചിത്രം കൂടി ഭൂമിയിലേക്ക് അയച്ചിരുന്നു. അത് ശുക്രൻ്റെ ഉപരിതലത്തിൻ്റെ ചിത്രമായിരുന്നു. അതിനുശേഷം ഒരുപാട് പേടകങ്ങൾ സോവിയറ്റ് യൂണിയൻ ശുക്രനിലേക്ക് അയച്ചിരുന്നു. ശുക്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള പഠനങ്ങളും നടത്തിയിരുന്നു. അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ഭൂമിയിൽ കാണാവുന്ന ടഫ് എന്ന കല്ലിനോട് സാമ്യമുള്ള ഒരു പ്രതലമാണ് ശുക്രൻ്റേത് എന്നാണ്. അതായത് അഗ്നിപർവ്വതത്തിൻ്റെ ചാരം കട്ടിയായതുപോലെ. വെനേര 14 അവസാനമായി ശുക്രനിൽ പതിച്ച മനുഷ്യനിർമ്മിത വസ്തു. അതോടുകൂടി ആ പ്രോജക്റ്റ് അവസാനിപ്പിക്കുകയായിരുന്നു. അതിന് കാരണം പണം ചിലവാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം. കോടികൾ ചിലവാക്കിയ വെനേര 14 വെറും 2 മണിക്കൂർ മാത്രമേ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചന്ദ്രനിൽ ഇറങ്ങിയതിനെക്കുറിച്ചും ചൊവ്വയിൽ ഇറങ്ങിയതിനെക്കുറിച്ചും പലരും പലതും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ അന്വേഷണം ശുക്രനിൽ ഇറങ്ങിയതിനെക്കുറിച്ച് അധികം ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വിവരം അറിഞ്ഞപ്പോൾ, ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അത് നിങ്ങളോടുകൂടി പങ്കുവയ്ക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. പലപ്പോഴും രാത്രി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ശുക്രനെ, വീനസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, അവിടെ ഒന്നും ആരെങ്കിലും നമ്മളെ നോക്കുന്നുണ്ടാകുമോ എന്ന്. എന്തായാലും ജീവനുള്ള ആരും അവിടെ ഒന്നും നമ്മളെ നോക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യനിർമ്മിതമായ ചില വസ്തുക്കൾ അവിടെ നിന്നും നമ്മളെ നോക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ